നമ്മളിൽ പോകുന്നത് രക്ഷാപ്രവർത്തകൻ രാജേഷിനെ നമ്മളാരും മറക്കാൻ സാധ്യതയില്ല. ഒരു കാരണവശാലും നമ്മളാരും മറന്നു പോകരുതാത്ത ഒരു പേരാണ് രാജേഷിൻ്റേത്. സ്വന്തം ജീവൻ ബലികഴിച്ച് മറ്റൊരാളെ രക്ഷിച്ച വ്യക്തിയാണ്. കണ്ണൂർ ചെറുപുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനത്തിനിടെയാണ് രാജേഷിന് ജീവൻ നഷ്ടമാകുന്നത്. സ്വന്തം ലൈഫ് ജാക്കറ്റ് ഊരി ഒരു വയോധികൻ്റെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹത്തിന് നൽകുന്നു. വളരെ ട്രെയിനിങ് ഒക്കെ എടുത്തിട്ടുള്ള ആളാണ് ഈ രക്ഷാപ്രവർത്തനത്തിൽ രാജേഷ്. പക്ഷേ ദൗർഭാഗ്യവശാൽ അദ്ദേഹം അപകടത്തിൽപ്പെട്ട് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. രാജേഷിൻ്റെ വീട് ഇന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സന്ദർശിച്ചു. രാജേഷിൻ്റെ കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയായിരുന്നു പിണറായി വിജയൻ. ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ സർക്കാർ സഹായം വേണം. രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ കുടുംബത്തെ ആശ്വസിപ്പിക്കാനാണ് പിണറായി വിജയൻ എത്തിയത്. കുടുംബത്തെ കണ്ട ശേഷം രാജേഷിന്റെ കുട്ടികളെ പിണറായി നെഞ്ചോട് ചേർത്ത് ആശ്വസിപ്പിച്ചു. അതെ, ഇപ്പോഴത്തെ സ്ഥിതി ഈ രണ്ട് മക്കൾ രാജേഷിൻ്റെ മക്കളാണ്. അതോടൊപ്പം ഇവരുടെ അമ്മയെ, രാജേഷിൻ്റെ ഭാര്യയെ കണ്ടു. കഴിഞ്ഞ കാലത്ത് ഇപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ അതിൻ്റെ ഒരു പരിശോധനയിലേക്കല്ല ഞാനിപ്പോൾ കടക്കുന്നത്. അങ്ങേയറ്റം അനാദരവാണ് നിർഭാഗ്യവശാൽ രാജേഷിൻ്റെ മരണശേഷം ആ ശരീരത്തോട് കാണിച്ചു. രാജേഷിന്റെ ബാങ്ക് വായ്പ തിരിച്ചടയ്ക്കാൻ സർക്കാർ സഹായം വേണം. രാജേഷിന്റെ ഭാര്യയ്ക്ക് ജോലി നൽകണമെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാജേഷിൻ്റെ ഈ പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി എടുക്കേണ്ടി വന്ന കടങ്ങളുണ്ട്. 1-2 ബാങ്കിൽ ആ കടം ഡ്യൂ ആയി കിടക്കുന്നു. അത് തിരിച്ചടക്കുന്നതിനുള്ള സഹായം സർക്കാർ ചെയ്യേണ്ടതാണ്. അതോടൊപ്പം കുടുംബത്തിൻ്റെ സംരക്ഷണം, ആ കാര്യത്തിൽ രാജേഷിൻ്റെ ഭാര്യയ്ക്ക് ജോലി നൽകുക എന്നത് ഏറ്റവും പ്രധാനമായ കാര്യമാണ്. അത് അടിയന്തരമായും സർക്കാർ തീരുമാനിക്കണം. ഇനിയും അത് നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ല. അതോടൊപ്പം ഈ കുട്ടികളുടെ വിദ്യാഭ്യാസം, ആ വിദ്യാഭ്യാസം ശരിയായ രീതിയിൽ നടത്തുന്നതിന് തുടർന്നുള്ള സഹായം ഉറപ്പുവരുത്തണം. രാജേഷ് താമസിക്കുന്ന വീട്, നാം എല്ലാവരും ആ വീട് കണ്ടു. അത് കാലോചിതമായി നല്ല വീട് നിർമ്മിക്കുന്നതിനാവശ്യമായ സഹായം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകണം. എന്ത് ചെയ്താലും അതൊന്നും രാജേഷിൻ്റെ കാര്യത്തിൽ അധികമാകില്ല. അത്രയും വിലപ്പെട്ട ഒരു ജീവനാണ് മറ്റുള്ളവർക്ക് വേണ്ടി ഇവിടെ ബലി കൊടുക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് MLA, മുൻ മന്ത്രിമാരായ വി ശിവൻകുട്ടി, മുഹമ്മദ് റിയാസ്, കടകംപള്ളി സുരേന്ദ്രൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ, പ്രാദേശിക നേതാക്കൾ തുടങ്ങിയവരും വീട്ടിലെത്തിയ പിണറായിയെ അനുഗമിച്ചു. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.